പണ്ട് നമ്മുടെ ദൂരദർശനും റേഡിയോ ഒക്കെ ഉള്ള സമയത്തുള്ള ഒരു രസകരമായ ഒരു പരസ്യമുണ്ട്. മെലഡി എങ്ങനെ ചോക്ലേറ്റ് ആയി. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് ഈ പരസ്യം, എന്നിട്ട് ഈ മെലഡി എങ്ങനെ ചോക്ലേറ്റ് ആയതിനെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞ പോലെ കണ്ണൂരിലെ CPM സഖാക്കൾ ചോദിക്കുകയാണ്, KK രാഗേഷ് എങ്ങനെ ജില്ലാ സെക്രട്ടറി ആയി? ഇതിപ്പം അദ്ദേഹം ഈ ആഴ്ചയിലെ ഒരു ഒരു താരമായി മാറിയ ഒരാളാണ്. മാൻ ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ആളാണ്. കാര്യം കാണിച്ച മുഴുവൻ ഫൗളായിരുന്നു. അല്ല, ഇപ്പൊ രസം എന്താണെന്നറിയോ, ഈ ഇപ്പോഴായി ചോദ്യം വരുന്നത്. അതെ, ഇത്രയും നാളും ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇയാൾ ഇരുന്നപ്പോൾ ഇവരാരും കണ്ടില്ല. ബാഗ് നോക്കി ഇങ്ങനെ വരുന്ന കാണായിരുന്നു. ഇപ്പൊ ഏതായാലും ഇപ്പൊ ചോദ്യം ഇപ്പൊ വരുന്നു. അല്ല, ഇത്രയും നാൾ ഇദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇയാൾ ആരാണ് ജില്ലാ സെക്രട്ടറി ആക്കിയത്? ഇപ്പോഴാണ് ചോദ്യം വരുന്നത്. അതെന്താണെന്ന് അറിയുന്നില്ലേ? ഒന്ന്, തോറ്റ് തുന്നം പാടി. 2, ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയ പ്രസ്താവനയായിട്ട് വിഴിഞ്ഞത്തിന്, അതായത് പിണറായി വിജയനെക്കാളിലും MV ഗോവിന്ദനെക്കാട്ടിലും പിന്നെ ഇവരെ താത്വികാചാര്യന്മാരായിട്ടുള്ള തോമസ് ഐസക്കിനെക്കാട്ടിലും MA ബേബിയെക്കാട്ടിലും ഒക്കെ വലിയ കാര്യമായിട്ട് അദ്ദേഹം ഒരു ചോദ്യവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ്, എങ്ങനെ എന്തിനു മാറ്റി ഈ ചോദ്യം വന്നതിന് പുറകെ കണ്ണൂരിൽ നിന്നുള്ള 3 നേതാക്കൾ, GP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി, രാഗേഷിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇതിൽ ഏറ്റവും നല്ല കമന്റ് വന്നത് ശ്രീമതി ടീച്ചറിൻ്റെതാണ്. നല്ലതും പഠിച്ചിട്ട് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട്, അതല്ലാതെ ഇങ്ങനെ കിടന്ന് കടകട പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവർ പറഞ്ഞു. ചുമ്മാ പറഞ്ഞാൽ പോരാ, ആധികാരികമായി കാരണം എന്താണെന്ന് ആധികാരികമായിട്ട് വേണം. ഇപ്പൊ ഈ ചോദ്യം കറക്റ്റാണ്. അവിടുത്തെ ചോദ്യം നമുക്കറിയാം. കോൺഗ്രസ് ആണെങ്കിൽ കെട്ടിയിറക്കുണ്ട്. ഇപ്പം എന്തിനാ നമ്മളേറെ പറയുന്നു, ഡൽഹി അമേഠിയിലുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഇറങ്ങിയത് എങ്ങനെയാണ്? അതുപോലെ പ്രിയങ്കാ ഗാന്ധി വന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇത് അവിടെ രക്ഷയില്ല, വരുമ്പോൾ അവർ ഇങ്ങോട്ട് വരും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നു. ഇപ്പം ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഈ മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞ് 2009 പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നു. 2009 നടക്കുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നുകിൽ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ്, അല്ലെങ്കിൽ അന്ന് DCC പ്രസിഡൻ്റായിട്ടുള്ള P മോഹൻരാജ്, ഇവർ രണ്ടുപേരും മോഹൻരാജ് കണ്ട് ഉറപ്പിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ വരുന്ന ആൻഡോ ആൻ്റണി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം കോട്ടയം DCC പ്രസിഡന്റ്. അവിടെ നിന്ന് ഇവിടെ ആളില്ലാത്ത പോലെ. എന്താണെന്ന് ചോദിച്ചാൽ അവസാന നിമിഷം AK ആൻ്റണി ഇടപെട്ടാണ് ആൻഡോ ആൻ്റണി. അന്ന് വന്ന ആൻഡോ ആൻ്റണി ഇന്ന് വരെ ഇവിടുന്ന് പോയിട്ടില്ല. അദ്ദേഹം പത്തനംതിട്ടക്കാരനായിട്ട് എന്തിനേറെ പറയുന്നു. 1982 തൊട്ട് 2016 വരെ, അതോ 11 വരെ, അപ്പോൾ 16 വരെയാണെന്നോ നമ്മുടെ KC ജോസഫ് ഇരിക്കൂറിലെ MLA ആയിരുന്നില്ല. അതിൻ്റെ വീട് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ. ഇവിടുന്ന് രാവിലത്തെ പുള്ളി രാത്രിയിലത്തെ ട്രെയിനിൽ കയറി അങ്ങോട്ട് പോകും, തിരിച്ച് ഇവിടെ വരും, അല്ലെ നിയമസഭയിലോട്ട് പോകും. അങ്ങനത്തെ ഒരു അവസരം ഈ കെട്ടിയിറക്ക് അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ചോദ്യം CPM എനിക്കൊന്നും ആദ്യമായിട്ട് കേൾക്കുക. സാധാരണ വരും. ഇത് കേന്ദ്ര നേതൃത്വം MA ബേബിക്ക് അത്തയച്ചു എന്നാണ്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണ്, അല്ലാതെ വഴിയ വേറെ ആളല്ല. അവിടുത്തെ വളരെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരാളാണ് കത്തെഴുതിയിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ കെട്ടിയിറക്കാറുണ്ട്. ഇപ്പൊ ഒരു ഏരിയ കമ്മിറ്റിയിൽ വിഭാഗീയത കൊടി കൊടുത്തു, അപ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗത്തെ ഏരിയ സെക്രട്ടറി ആക്കി അവിടേക്ക് വിടും. ഓർമ്മയുണ്ടോ പണ്ട് ആലപ്പുഴ അടിമൂത്തപ്പോഴും MA ബേബി ജില്ലാ സെക്രട്ടറി ആക്കി? അതെ, ജില്ലാ സെക്രട്ടറി ആകും. അതുപോലെ ഈ ജില്ലകളിലാണെങ്കിലും വിടും, അല്ലെങ്കിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിലാണെങ്കിൽ ഏരിയ സെക്രട്ടറി ആയിട്ട് വിടും. അങ്ങനെ വിടുന്ന ഒരു പതിവ് ഇവർക്കുണ്ട്. പക്ഷേ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം ജില്ലാ സെക്രട്ടറി? മാത്രമല്ല, അവിടെ വേറൊരു ട്രാജഡി സംഭവിച്ചിരുന്നല്ലോ. P ജയരാജനെ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വടകര പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആയിരുന്നാണ്, തോറ്റു. എന്നാ പിന്നെ എന്നെ അവിടെ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ടാണ് ഇയാളെ അല്ല, MP ജയരാജൻ വന്നു. MP ജയരാജനും തോറ്റു. പക്ഷേ MP ജയരാജൻ തുടർന്നു. പുള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ആയപ്പോഴാണ് ഇദ്ദേഹത്തിന് അങ്ങോട്ട് കെട്ടി ഇറക്കിയത്. ഇദ്ദേഹത്തിനെ ഇറക്കുമ്പോൾ എന്താണ്, ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമല്ല. അപ്പോൾ അവിടെ നിന്ന് പോയ പരാതി ഒരു മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ, അല്ലേ, ജില്ലാ സെക്രട്ടറി അംഗമാണ്. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അല്ല, അദ്ദേഹത്തിന്റെ പരാതിയാണ് MA ബേബിക്ക് പോയിരിക്കുന്നത്. KK രാഗേഷ് എങ്ങനെ ജില്ലാ സെക്രട്ടറി? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോ, കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് പ്രതിക്രിയാവാദികളും അങ്ങനെ ഉള്ളപ്പോൾ എന്താണ്, ജില്ലാ കമ്മിറ്റി അംഗത്തിന് മാത്രമേ ജില്ലാ സെക്രട്ടറി ആകാൻ സാധിക്കും. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ഒക്കെ വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണ്. അതെ, എത്രയോ പേര് ഇപ്പൊ MLA TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള, അദ്ദേഹം CPM ആയിരുന്നല്ലോ, എത്രയോ പേര് നീണ്ട നിര ഉണ്ടായിരുന്നപ്പോഴാണ്. അപ്പൊ അതൊന്നുമല്ല, ഇവരുടെ മൊത്തം പ്രീ പ്ലാൻ ഭയങ്കരമാണ്. ഈ ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോട്ട് മാറ്റിയത് പോലും ഈ MV ഗോവിന്ദൻ്റെ ഭാര്യയെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതെ, അതിനുവേണ്ടിയാണ് ഇത് മാറ്റിയിട്ട് ഇവരുടെ റാൻമൂളിയായിട്ടുള്ള KK രാഗേഷിനെ കൊണ്ടുവച്ച് എന്ന് മാത്രമല്ല, KK രാഗേഷിൻ്റെ വായിൽ നിന്ന് വന്നതുകൊണ്ടും KK രാഗേഷിൻ്റെ കയ്യിൽ നിന്ന് പോയതുകൊണ്ടും എല്ലാം കൊണ്ടും തോറ്റു തുന്നം പാടി. ഇപ്പോൾ എല്ലാവരും കൂടെ പിണറായി എയറിൽ കയറ്റുന്നതിന് പകരം ആദ്യം പിടിക്കുന്നത് KK രാഗേഷിനെയാണ്. അപ്പം അവരാദ്യം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, നമ്മളിപ്പോൾ ഒരു യുദ്ധതന്ത്രം എങ്ങനെയാണ്,
യുദ്ധതന്ത്രം എന്ന് പറയുന്നത് പ്രധാന ആളിനെ ഒരിക്കലും ആരും രക്ഷപ്പെടത്തില്ല. ആദ്യം ഇവരുടെ റൈറ്റ് ഹാൻഡുകൾ ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെ അടുത്ത് നിൽക്കുന്നവരാണ്. ഇപ്പം കണ്ണൂരിൽ നിന്ന് പൊങ്ങി വന്ന ഒരു തന്ത്രം എന്താണ്? പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നതിനും KK രാഗേഷിനെ അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം വല്ലതാണോ? അദാനി ഇഷ്യൂവിൽ CPM പിൻവലിച്ചു. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവര് വേണ്ടെന്ന് വെച്ചു. കാരണം ഈ 3 പേര് വന്ന് പറഞ്ഞത് 3 വലിയ പുള്ളികളാണ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. പിന്നെ സംസ്ഥാന 3 പേരും കേന്ദ്ര കമ്മിറ്റി ആണാണ്. 3 പേരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണല്ലോ. അപ്പോൾ അവര് വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? രാകേഷിന് വല്ലതും പറയാൻ പറ്റുമോ? അവര് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. രാകേഷ് പാർട്ടി ചട്ടക്കൂടിൽ നിന്നൊന്നും പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? അവരുടെ വെളിപ്പെടുത്തലുകൾ അല്ലെ അവരുടെ ചോദ്യം ചെയ്യലുകളിൽ ഇവര് തകർന്നു. അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് രാകേഷ് എങ്ങനെയാണ് ഇപ്പം ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നു? അതെ. മാത്രമല്ല ഇവരൊക്കെ ഭാര്യമാരെ വാഴക്കൊല PhD കിട്ടിയ ആളുള്ള കോളേജ് അധ്യാപകരും ഡിപ്പാർട്ട്മെന്റിലുള്ള അധ്യാപകരൊക്കെ ആക്കിയില്ലേ ഇവർ പലരും? ഇതിന്റെ എല്ലാ ആസൂത്രണന്മാരാണ്. ആദ്യം ഇവരിപ്പം KK രാഗേഷിനെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാകേഷിന്റെ പ്രസ്താവനകൾക്കെതിരെ ഇവരെല്ലാം രംഗത്ത് വരുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ പരാതി പോയി. ഈ പരാതി MA വേവിക്ക് ചെല്ലുമ്പോൾ MA ഇത് പരിഗണിക്കേണ്ടി വരും. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളതാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരാൾ ആവശ്യം ഉന്നയിച്ചാൽ അതിനെന്താണെന്ന് മറുപടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. യോദ്ധായിൽ ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ ഈ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ക്ഷീണിച്ച് വന്നിരിക്കുക, എന്തായാലും കുടിക്കാനും കഴിക്കാനും എടുക്കാൻ പറയും. പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു എന്ന് ചോദിക്കും. അതുപോലെ ഈ രാകേഷ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ദിവ്യ S. അയ്യർ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അദാനി എന്ന ബൂർഷയ്ക്ക് വന്ന് ഓരോ പിന്നെന്താണ് ഏറ്റെടുക്കൽ നടപടി നോക്കുമ്പോൾ വെട്ടി നിരപ്പാക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒരു കത്ത് ഇങ്ങോട്ട് വരും, രൂക്ഷമായ ഭാഷയിൽ ദിവ്യ S. അയ്യർ മറുപടി കത്ത് അങ്ങോട്ടും ഷട്ട് യുവർ മൗത്ത് എന്ന് പറയും. അദാനി പിന്നെ ഓക്കെ മാഡം മിണ്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ തീയിൽ കുരുത്തൊരു കഴുകനെ എന്ന് പറഞ്ഞൊരു പാട്ട് വന്നായിരുന്നല്ലോ പിണറായി വിജയൻ. അതെ, മുകളിൽ പറക്കുന്ന ആള്. അതുപോലെ തന്നെ ദിവ്യ S. അയ്യർ ഒരു കവചകുണ്ടലമുള്ള കർണനാക്കി ഇദ്ദേഹത്തെ അങ്ങ് മാറ്റി. ഈ കവചകുണ്ടലമുള്ള കർണൻ വെട്ടിത്തിളങ്ങുകയാണ്. അപ്പം അദ്ദേഹത്തെ കവചകുണ്ടലമുള്ള കർണനാക്കിയപ്പോൾ തിരിച്ച് അദ്ദേഹം ഇവിടെ ദിവ്യ S. അയ്യരെ സംരക്ഷിക്കണമല്ലോ. അതിനാണ് അദാനിയുടെ കള്ളക്കളിയാണ് ദിവ്യ S. അയ്യർ അല്ല, അദാനിയുടെ കള്ളക്കളി എന്ന് പറഞ്ഞാൽ ഇയാൾ വേറെ വേറെക്കളും കൂടെ പറഞ്ഞെടുത്ത്. ഈ ജെറോമിക് ജോർജ് എന്ന് പറയുന്ന ഒരാളിനെയാണ് MD ആക്കിയത്. ഇയാൾ ഏതൊരു പാഴ് കേസാണെന്ന രീതിയിലാണ് ഈ സംസാരിച്ചത്. അയാൾ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ആളാണ്. അയാൾ നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു. മാത്രമല്ല ദിവ്യ S. അയ്യർക്ക് ഷിപ്പിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടാണ് അവരോട്. അവർ ഡോക്ടറാണ് ബേസിക്കലി. ഈ ജെറോമിക് ജോർജ് എന്താണെന്ന് എനിക്കറിയില്ല. അയാൾ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ഈ സിവിൽ സർവീസിലെത്തുന്നവരെല്ലാവരും തന്നെ അതാത് വകുപ്പിൽ അവർ ജോലി ചെയ്യുന്ന വകുപ്പുകളിൽ വൈദഗ്ധ്യം നേടുകയെന്നല്ല, അവരെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഓരോരോ കാര്യങ്ങൾ ചുമതല ഏറ്റെടുത്ത് ആ സ്ഥാപനത്തെ അലങ്കരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അല്ല ദിവ്യ S. അയ്യർ ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്ന് ഈ തുറമുഖം നന്നാക്കാൻ അവർ ഇല്ല. അവരിപ്പോ ഇപ്പം അവർ ഒരിടത്ത് ജില്ലാ കളക്ടറായിട്ടിരുന്നു. അവർ ജീവിതകാലം മുഴുവൻ ജില്ലാ കളക്ടറായിട്ടിരിക്കാൻ ചീഫ് സെക്രട്ടറി ആകേണ്ട ആളായിരിക്കും. അല്ല, ജെറോമിക് ജോർജ് പിന്നെ വേറില്ലാത്ത ആളാണെന്ന് ഇയാൾ എന്താർത്ഥത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്. അതാണ് അത് ഇയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്താണെങ്കിലും ശരി, രാകേഷിനെ ആയിരിക്കും ആദ്യം അവിടുത്തെ നേതാക്കളെല്ലാം കൂടെ കാലവാരി അടിക്കുന്നത്. അതുകൊണ്ടാണ് ശൈലജ ടീച്ചർ പറഞ്ഞത് വിവരക്കേട് പറയരുത്. ഒരു സർക്കാർ മാറുമ്പോൾ അഴിച്ചുപണി ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരെ പല കാലഘട്ടങ്ങളിൽ പലത്തേക്ക് സ്ഥലം മാറ്റി, അല്ലാതെ ഇത് അവർ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടൊന്നും അല്ല. എന്നെക്കുറിച്ച് കവിത എഴുതിയതുകൊണ്ട് അത് ഒരു കാര്യമില്ലെന്ന് എന്തായാലും പറഞ്ഞു. KK രാഗേഷിനെ ചൂണ്ടിക്കൊണ്ട് പിണറായി വിജയനെ തന്നെയാണ് രക്ഷപ്പെടുന്നത്. CPM-നുള്ളിലെ ഈ ഉൾപ്പോര് നിലയ്ക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും.